അമേരിക്കയുമായുള്ള വ്യാപാര സമ്മർദ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തം നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കുന്നു. അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള സംഘർഷാവസ്ഥ വർദ്ധിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യ വെനസ്വേലയുമായി ബന്ധം ആഴത്തിലാക്കാനുള്ള തീരുമാനമെടുത്തു. നവംബർ 26-ന് ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ വെനസ്വേല 5ാമത് വിദേശകാര്യ ഓഫീസ് കൺസൾട്ടേഷനിൽ വ്യാപാരം, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, കൃഷി, സാംസ്കാരികം, ജനങ്ങൾ തമ്മിലുള്ള കൈമാറ്റം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായി. ഉഭയകക്ഷി താൽപര്യമുള്ള ബഹുമുഖ വേദികളിൽ കൂടുതൽ അടുത്ത ഏകോപനം ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഈ കരാറുകൾക്ക് പിന്നിൽ ഇന്ത്യയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തന്ത്രമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. ആഗോള വിപണി വിലകളിലെ അനിശ്ചിതത്വവും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് സുരക്ഷിതമായ ഒരു ബദൽ എണ്ണ സ്രോതസ് ഉറപ്പിക്കാൻ ഇത് അവസരം നൽകുന്നു. US ഉപരോധങ്ങൾ വെനസ്വേലയെ ഒറ്റപ്പെടുത്തിയ ഈ പശ്ചാത്തലത്തിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ സ്വന്തമാക്കാനുള്ള സാധ്യത ഇന്ത്യക്ക് ലഭിക്കും. ഇത് ആഭ്യന്തര ഇന്ധനവില സ്ഥിരപ്പെടുത്തുന്നതിനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന രീതി കുറച്ച് ഊർജ ലഭ്യത വൈവിധ്യവൽക്കരിക്കുന്നതിനും ഇന്ത്യയെ സഹായിക്കും. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള US-ൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിടുന്ന സമയത്താണ് ഈ പങ്കാളിത്തം എന്നത് ശ്രദ്ധേയമാണ്. US ഉപരോധങ്ങളും താരിഫ് യുദ്ധങ്ങളും കാരണം വ്യാപാര ഊർജ ബന്ധങ്ങൾ വിപുലമാക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യ തിരിച്ചറിഞ്ഞു. വെനസ്വേലയുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യക്ക് ലാറ്റിൻ അമേരിക്കയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവസരം നൽകുന്നു. കൂടാതെ ആഗോള വേദികളിൽ വെസ്റ്റേൺ ബ്ലോക്കുകളെ ചോദ്യം ചെയ്യാൻ മടിക്കാത്ത വെനസ്വേലയുടെ പിന്തുണ ഇന്ത്യക്ക് നയതന്ത്രപരമായും ഗുണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.